മഹാലക്ഷ്മിയെ നമ. ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഇന്ന് വെള്ളിയാഴ്ച, നമ്മുടെ ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വർഷത്തെ വളരെ പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയാണ്. അന്ന് നമ്മൾ ചെയ്യേണ്ട ലക്ഷ്മി പൂജയാണ് ഞാനിന്നിവിടെ പറയുന്നത്. എൻ്റെ പൂജകൾക്ക് ശേഷമുള്ള വീഡിയോ കാണുമ്പോൾ ഇതൊരു വീഡിയോ ആക്കി ഇട്ടിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് ഉള്ള മെസ്സേജിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് മഹാലക്ഷ്മി പൂജ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഒരു വർഷത്തേക്കുള്ള സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാവാൻ ഇത് നിങ്ങളെ ഉപകരിക്കും. എല്ലാവരുടെയും വീട്ടിലൊരു ചെറിയ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടാവും. ഇല്ലാത്തവർക്ക് ഒരു നെയ്വിളക്കിനെ ലക്ഷ്മി ദേവിയായി സങ്കല്പിക്കാം. പൂജയുടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. മഞ്ഞൾ ഗണപതി എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി കുഴച്ച് ഒരു ചെറിയ രൂപത്തിൽ, നമുക്ക് പൂർണ്ണ രൂപം ഗണപതിയുടേതാക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മനസ്സാൽ സങ്കല്പിച്ച് ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെക്കുക. അത് പ്രധാനമാണ്. അതിനുശേഷം ഇന്നത്തെ വിളക്കിലൊഴിക്കുന്ന എണ്ണ വളരെ പ്രധാനമാണ്. 8 മൺചിരാത് വേണം. പഴയ മൺചിരാതാണെങ്കിലും മതി, അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. 8 മൺചിരാതിൽ തുല്യ അളവിൽ നെയ്യ്, വെളിച്ചെണ്ണ, എള്ളെണ്ണ. അപ്പോൾ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയാണെങ്കിൽ 1 ഗ്ലാസ് എള്ളെണ്ണ, 1 ഗ്ലാസ് നെയ്യ്, ആ അളവിൽ മിക്സ് ചെയ്തതായിരിക്കണം നമ്മൾ ഉപയോഗിക്കാൻ. അധികം വരുന്ന എണ്ണ നമുക്ക് നിലവിളക്കിലേക്കും എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. 8 മൺചിരാതിൽ നീളത്തിലോ അടുക്കിയോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ മൺചിരാത് നിരത്തി വയ്ക്കുക. അതിനകത്ത് ഈ എണ്ണ ഒഴിക്കുക, തിരിയിട്ട് കത്തിക്കുക. പഞ്ഞിത്തിരിയുടെ കൂടെ താമരത്തണ്ട് തിരി കിട്ടുകയാണെങ്കിൽ വളരെ ഉത്തമം. അല്ല, പഞ്ഞിത്തിരി മാത്രമേ ഉള്ളെങ്കിൽ അത് ഇട്ട് ദീപം തെളിയിക്കുക. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നല്ല പുഷ്പങ്ങൾ, ഒന്നും കിട്ടിയില്ലെങ്കിൽ തുളസിയിലയാണെങ്കിലും അർച്ചിക്കുക. ഒരു പാൽപ്പായസമോ അല്ലെങ്കിൽ ഒരു പഴമോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നേദിക്കാൻ ലഭിക്കുന്നത്, അവൈലബിളായിട്ടുള്ളത് എന്താണോ അത് നേത്യമായി വെച്ചുകൊണ്ട് ധൂപ ആരതി എടുത്ത്, കർപ്പൂര ആരതി എടുത്ത് പ്രാർത്ഥിക്കാം. അഷ്ടോത്തരമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളല്ലാതെ കനകധാരാ സ്തോത്രമോ അല്ലെങ്കിൽ ദേവിയുടെ മറ്റെന്തെങ്കിലും നാമങ്ങൾ നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ലക്ഷ്മി സഹസ്രനാമമോ എന്തും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വലിയൊരു ആഗ്രഹം പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെതുമായിരിക്കും. ഈ പൂജയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടൊരു മറുപടി പറയാനുള്ള സാവകാശം ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോഴാണ് ഉച്ചയ്ക്കാണ്, ഇന്നുച്ചയ്ക്ക് ഈ വീഡിയോ ഇട്ടിട്ട് വൈകുന്നേരം 6-നും 9-നും ഇടയ്ക്കാണ് നമ്മൾ ഈ പൂജ ചെയ്യേണ്ടത്. 6 മുതൽ 9 മണി വരെയുള്ള സമയമുണ്ട്. ഇതിനിടയ്ക്കുള്ള ഏത് സമയത്തും ഈ പൂജ ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള നേദ്യം വെച്ചുകൊണ്ട് ഈ എണ്ണയുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്. നെയ്യ്, നല്ലെണ്ണ, വെളിച്ചെണ്ണ. നമ്മുടെ വീട്ടിലെല്ലാം വെളിച്ചെണ്ണ ഉണ്ടാവും. ഇന്ന് എല്ലാവരും നിലവിളക്ക് കത്തിക്കുന്ന ഒരിക്കലും വിളക്കെണ്ണയ്ക്കല്ല, നല്ലെണ്ണയ്ക്കാണ്. കാര്യം വിളക്കെണ്ണയിൽ ഒരുപാട് മായമൊക്കെ ഉണ്ട്. അപ്പം ആ നല്ലെണ്ണയും വെളിച്ചെണ്ണയും നെയ്യും, നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ നെയ്വിളക്കെങ്കിലും മിനിമം കത്തിക്കാത്തവരില്ലല്ലോ, അതുകൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ പ്രാവശ്യം എണ്ണ 8 ചിരാതിൽ ഒഴിക്കാൻ. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. കിട്ടുന്ന പുഷ്പം നിങ്ങൾക്ക് എന്താണുള്ളത്, എത്ര ദേവിക്ക് പൈനാപ്പിളൊക്കെ നേദ്യം വെച്ചാൽ ഭയങ്കര നല്ലതാണ്. എന്ത് നമുക്ക് കിട്ടുന്നു അത് നേദ്യമായി വെക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ട്. ലക്ഷ്മി പൂജ എത്ര മനോഹരമായിട്ട് ചെയ്യുന്നോ അതിൻ്റെ 100 ഇരട്ടി ഐശ്വര്യമാണ് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ജീവിതത്തിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. പൂജ, പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിനെ ഏറ്റവും വലിയ സക്സസ്സിലെത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം, എൻ്റെ ഒരു വിഷൻ ബോർഡ് കംപ്ലീറ്റ് ആകുന്നത് എൻ്റെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ്. എന്നോട് പലരും ചോദിക്കാനുണ്ട്, ഈ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതലും നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മൾ നമ്മുടെ ദേവിയെ പൂജകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒരു കുറവും വരത്തില്ല. അതിനൊരു സ്ത്രീക്ക് ഈസി ആയിട്ട് തന്നെ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിക്കട്ടെ. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.